ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിസയെ കുറിച്ചാണ്. നമുക്കറിയാം BRP കാർഡിൽ നിൽക്കുന്ന അതായത് വിസയിലുള്ള എല്ലാ ആൾക്കാർക്കും അവർ BRP കാർഡ് മാറ്റി വിസയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ വിസയെ കുറിച്ചുള്ള നമ്മൾ BRP കാർഡ് ഉള്ളവരെല്ലാവരും വിസയിലേക്ക് മാറണം. മാറിയില്ലെങ്കിൽ അത് ലാസ്റ്റ് ഡേറ്റ് ഈ 24 ഡിസംബറിനാണ് വെച്ചിരുന്ന് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ മാർച്ച് 25 വരെ അത് അതിനുള്ള എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ നമ്മൾ BRP കാർഡ് മാറ്റി വിസ എടുത്ത് വിസയും കൊണ്ട് ചെല്ലുന്നവർക്ക് എയർപോർട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിസയെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള തകരാറ്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിനകത്ത് അത് എടുത്ത് കാണിക്കണമല്ലോ വിസയുടെ നമ്മുടെ ലോഗിൻ ചെയ്യാനുള്ള താമസം, അല്ലെങ്കിൽ നെറ്റിൻ്റെ പ്രോബ്ലം, അങ്ങനെയൊക്കെ കൊണ്ട് ഒത്തിരി പേർക്ക് എയർപോർട്ടിൽ ബുദ്ധിമുട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു കാര്യമാണ് ഞാനിന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പം വിസയും കൊണ്ട് ഇപ്പോൾ എല്ലാ വിസ ശരിയാക്കിയിട്ട് യാത്ര ചെയ്യുവാണേലും മണിക്കൂറുകളോളം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിനുള്ള പ്രശ്നം, കാരണം അവിടെ സ്റ്റക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു യാത്ര ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ. അതായത് ഇപ്പം നമുക്ക് വിസ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറ്റുമെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ടും കൂടെ എടുത്ത് കൈ വെക്കണം. കാരണം ഇനി എമർജൻസിയിൽ ഇപ്പം നമുക്ക് ഒരു തരത്തിൽ ഇത് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിസ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് നമ്മുടെ ഫോണിനകത്ത് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിമാന കമ്പനികളൊക്കെ അവർ ലാസ്റ്റ് മിനിറ്റിൽ നമ്മുടെ പേപ്പർ പ്രിൻ്റ് ആണെങ്കിലും നോക്കി അവർക്ക് കൺഫേം ചെയ്യാമല്ലോ, വേറൊരു മാർഗവും ഇല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ എല്ലാവരും യാത്ര ചെയ്യുന്നവരെല്ലാവരും ഒരു പ്രിൻ്റ് ഔട്ടും കൂടെ എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ട്രാവൽ ഡോക്യുമെൻസും നമ്മൾ കയ്യിൽ സൂക്ഷിക്കുക. ഇൻ കേസ് നമുക്ക് വേണ്ടി വന്നാൽ, അതായത് കുറച്ച് നാളത്തേക്കൂടെ എങ്കിലും വിസ എല്ലാം ശരിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ആകുന്നിടം വരെ, നല്ല രീതിയിൽ വർക്കിംഗ് ആകുന്നിടം വരെ നമ്മുടെ പേപ്പർ ഡോക്യുമെൻറ്റ്സ്, പാസ്പോർട്ട്, അതുപോലെ തന്നെ BRP കാർഡ്, ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ കയ്യിൽ കരുതിയേക്കുക. വേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ. BRP കാർഡ് എക്സ്പയർ ആയതാണെപ്പോഴും നമ്മൾ കയ്യിൽ വെച്ചേക്കണമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാവേ. ഇപ്പം നാട്ടിൽ പോയിട്ട് നമുക്ക് വിസയിലേക്ക് മാറ്റാനുള്ള സമയം ഇപ്പോൾ അവർ നീട്ടി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ BRP കാർഡ് എക്സ്പയർ ആയതാണേലും അത് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇപ്പോൾ അത് ഒത്തിരി പേർക്ക് ആശ്വാസമാണ്. ഇങ്ങനെ വിസ ശരിയാകാതെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ വളരെയധികം ടെൻഷനിൽ ഇരിക്കുന്നവരുണ്ട്. അവർക്കിപ്പം BRP കാർഡ് എക്സ്പയർ ആയതാണേലും അത് ഉപയോഗിച്ച് ട്രാവൽ ചെയ്യാമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള വിസ എടുക്കുന്നുള്ള കാലാവധി മാർച്ച് 31, അതായത് 2025 മാർച്ച് 31 വരെ ആക്കി നീട്ടിയിട്ടുണ്ട്. ഇത് മറ്റൊരു കാര്യം, ഇപ്പം നിങ്ങൾ വിസ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ BRP കാർഡ് എക്സ്പയർ ആയതാണെങ്കിൽ അത് ഉപയോഗിച്ച് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വിസ ക്രിയേറ്റ് ചെയ്യാൻ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുവാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എക്സ്പയർ ആയ BRP കാർഡ് പോലും നമ്മൾ ഒരിക്കലും നശിപ്പിച്ച് കളയരുത്. നമ്മൾ സൂക്ഷിച്ചു വെക്കണം. കുറേ കാലത്തേക്കൂടെയും സൂക്ഷിച്ചു വെക്കണം. ഇത് വിസ കിട്ടിക്കഴിഞ്ഞാലും നമ്മളത് സൂക്ഷിച്ചു വെക്കണം. കുറേ കാലത്തേക്കൂടെയെങ്കിലും എന്തെങ്കിലും ആവശ്യം വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ നമ്മൾ വിസ വരുമ്പോൾ അതിനകത്ത് ചിലപ്പം ചില എറേഴ്സ് ഒക്കെ കാണും. അതായത് നമ്മുടെ വിസ സ്റ്റാറ്റസിനൊക്കെ ഇപ്പം ചിലർക്കൊക്കെ ഡിപ്പെൻഡൻറ്റ് വിസ ആയിലുള്ളവർക്കൊക്കെ സ്കിൽഡ് വർക്കർ വിസ എന്നൊക്കെ പറഞ്ഞൊക്കെ അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാം. ഇങ്ങനെ അവരെ ഓൺലൈൻ വഴി കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അവരത് എല്ലാം റെക്ടിഫൈ ചെയ്ത് തരും. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പറഞ്ഞിരിക്കുന്നത് യുവർ വിസ വിൽ ബി യൂസ്ഡ് ടു കൺഫേം യുവർ റൈറ്റ് ടു ട്രാവൽ ടു ദ UK ഇഫ് യു ട്രാവൽ ഇൻ്റർനാഷണലി. യു ഷുഡ് ചെക്ക് യുവർ കറൻറ്റ് പാസ്പോർട്ട് ടു ട്രാവൽ ഡോക്യുമെൻറ്റ് ഈസ് ലിങ്ക്ഡ് ടു യുവർ വിസ. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ പാസ്പോർട്ട് വിസയിലായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് ട്രാവൽ ചെയ്യുന്ന ഓരോരുത്തരുടെ, ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് പേര്, അതായത് ഒരു ഫാമിലി മൊത്തം പോവുകയാണെങ്കിൽ എല്ലാവരുടെയും ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. യു ക്യാൻ ചെക്ക് ദ ട്രാവൽ ഡോക്യുമെൻറ്റ് ലിങ്ക് ടു യുവർ വിസ ആൻഡ് അപ്ഡേറ്റ് ഈ റിക്വയർഡ് അറ്റ് ഒരു
ഒരു ലിങ്ക് അവർ തരുന്നുണ്ട്. അപ്പോൾ അത് കയറിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. യു നീഡ് ടു അപ്ഡേറ്റ് യുവർ പാസ്പോർട്ട് ഓർ ട്രാവൽ ഡോക്യുമെൻറ്റ് ഇൻഫർമേഷൻ എവറി ടൈം ഈ ചേഞ്ചസ് ടു അവർ ട്രാവൽ ഡിലേയ്സ്. നമുക്ക് ട്രാവൽ ഡിലേയ്സ് വരുന്ന എല്ലാം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ് ടു ഡേറ്റ് ആയില്ലെങ്കിൽ. Why carriers should be able to check your e-visa automatically. You may still be asked to show evidence of your immigration status as we transition to e-visas. You may therefore find it helpful to create a share code in advance of travel and carry it with you. You can then print, write down, or otherwise store the share code to be able to provide it when needed. A share code is valid for 19 days, so you can be created in advance of travel. You can find more information about share code. അതായത് ഷെയർ കോഡിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ഈ ലിങ്ക് കയറി നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ഡീറ്റെയിൽസൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ട്രാവൽ ഡോക്യുമെൻറ്റ്സ്, അതായത് BRP കാർഡ് എക്സ്പയറി ആയതാണെങ്കിലും നമ്മളത് ക്യാരി ചെയ്യണം നമ്മുടെ കൂട്ടത്തിൽ. അത് മാർച്ച് 31 വരെ അവർ എയർലൈൻസൊക്കെ ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള ഹെൽപ്പിന് വേണ്ടി കൂടുതൽ വെബ്സൈറ്റ് ലിങ്കുകളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കയറിയാൽ നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും, ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ കിട്ടും. അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും മേക്ക് ഷുവർ ചെയ്യണം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആണെന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട്, ആവശ്യമുള്ള പ്രിൻ്റ് ഔട്ട്, ഷെയർ കോഡിൻ്റെയും എല്ലാം പ്രിൻ്റ് ഔട്ട്, ഡീറ്റെയിൽസ് ഉള്ള ഡോക്യുമെൻസിൻ്റെ ഒക്കെ പ്രിൻ്റ് ഔട്ടും കൂടി എടുത്ത് കയ്യിൽ വെക്കുക. അതുപോലെ നമ്മുടെ പാസ്പോർട്ട് എല്ലാം e-വിസയായിട്ട് ലിങ്ക്ഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതെല്ലാം മേക്ക് ഷുവർ ചെയ്തിട്ട് വേണം നമ്മൾ ട്രാവൽ ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ട്രാവലിന് തടസ്സം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.